ഹായ്, അടുത്ത സെയിൽ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ചെടികൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെടിയാണ് വാങ്ങാൻ താല്പര്യമെന്നൊക്കെ കമൻറ്റ് ചെയ്താലേ എനിക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സാധാരണഗതിയിൽ DTDC വഴിയാണ് അയക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് പ്രൊഫഷണൽ കൊറിയറിലോ സ്പീഡ് പോസ്റ്റിലോ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം എടുത്തു പറയണം. അതല്ലെങ്കിൽ DTDC തന്നെയാണ് എല്ലാ കൊറിയറും പോകുന്നത്. ഇനി DTDC വഴി അയക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കിത് വീട്ടിൽ കിട്ടുമോ എന്നുള്ളത്. അത് DTDC നിങ്ങളുടെ പ്രദേശത്തുള്ള ഓഫീസുകാരുടെ തീരുമാനമാണ്, കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ വീട്ടിൽ കൊണ്ട് തരേണ്ടതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത് ഡബിൾ പെറ്റലുള്ള യെല്ലോ അലമാൻഡയാണ്. ഇതൊരു റെയർ പ്ലാന്റ് ആണ്. ഇത്രയുമുള്ള തൈകളാണ് സെയിലിനുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പം വെച്ച തൈകളാണുള്ളത്. അതിൻ്റെ വില വരുന്നത് 130 രൂപയാണ്. ഈ കാണുന്ന അതേ തൈകളാണ് കൊടുക്കാനുള്ളത്. അടുത്തത് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നമുക്ക് കമ്പ് ഒടിച്ചു വെച്ച് ഒരു കൂട്ടമായിട്ട് വളർത്തുകയാണെങ്കിൽ 365 ദിവസവും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെറിയ കുഞ്ഞു ചെടിയാണിത്. നല്ല ഭംഗിയായിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. ഈ കാണുന്ന അതേ തൈകളാണ് കൊടുക്കാനുള്ളത്. അടുത്ത ചെടി എന്ന് പറയുന്നത് വെരിഗേറ്റഡ് നന്ദ്യാർ വട്ടമാണ്. വെരിഗേറ്റഡ് നന്ദ്യാർ വട്ടം 2 ഇനമുണ്ട്. ഇളം പച്ച നിറമുള്ളതുകൊണ്ട് കടും പച്ച നിറമുള്ളതുകൊണ്ട് അതിൽ ഇളം പച്ച നിറമുള്ള ചെടികളാണ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് വലിപ്പമുള്ള വലിയ ചെടികളാണ് വന്നിരിക്കുന്നത്. പൂക്കളൊക്കെ ആയ ചെടികളാണ്. ഇതിൻ്റെ വില വരുന്നത് ഒരു ചെടിക്ക് 50 രൂപയാണ്. അടുത്തതായിട്ട് വരുന്നത് സൈഫീഡിയം എന്ന് പറയുന്ന ചെടിയാണ്. കണ്ടാൽ ഓർക്കിഡിനെയൊക്കെ പോലെ ഇരിക്കും. ഇതൊരു മരുന്ന് ചെടി കൂടെയാണ്. ഇതിനകത്ത് കൊലയായിട്ട് വെളുത്ത പൂക്കൾ വരികയാണ് ചെയ്യുന്നത്. ഇതിന് കനം തീരെയില്ല. ഒരു വശത്തു നിന്ന് നോക്കിയാൽ ഇതിങ്ങനെ വിശറി പോലെ ഇരിക്കുമെങ്കിലും നമ്മൾ വശങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പേപ്പറിന്റെ കനമേ അതിനുള്ളൂ. അതാണ് ചെടിയുടെ പ്രത്യേകത. അടുത്തതായിട്ട് കേശവർദ്ധിനിയാണ്. കേശവർദ്ധിനി പൂവിന്റെ ഭംഗിക്കും ഒരു ഡെയ്സി പൂ പോലെ വളർത്താറുണ്ട്. അതല്ലാതെ തലയിൽ തേക്കുന്ന എണ്ണ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുടി വളരാനും ഒക്കെ ആയിട്ടുള്ള വീട്ടിൽ തന്നെ എണ്ണ കാച്ചുമ്പോൾ അതിൽ ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിന് കേശവർദ്ധിനി എന്ന പേരുള്ളത് തന്നെ. താരൻ, മുടി കൊഴിച്ചിൽ അതിനൊക്കെ എതിരെയുള്ള ഒരു മരുന്ന് കൂടെയാണിത്. ഈ ചെടിയുടെ ഇലകളൊക്കെ ഇട്ട് എണ്ണ കാച്ചുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും. അടുത്തത് വാട്ടർ ജാസ്മിൻ ആണ്. വാട്ടർ ജാസ്മിൻ ഈ കാണുന്നത് പോലെ തന്നെ കൊലയായിട്ടാണ് അതിൽ പൂക്കൾ പിടിക്കുന്നത്. കുഞ്ഞു പൂക്കളാണ്, ജിമിക്ക പോലെ ഇങ്ങനെ താഴോട്ട് തൂങ്ങിയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ മൊട്ടുകളായാലും കാണാൻ നല്ലതാണ്, പൂക്കളായാലും നല്ല ഭംഗിയാണ് കാണാൻ. വെള്ള നിറമാണ്, നേർത്ത ഒരു സുഗന്ധവുമുണ്ട്. വൈകുന്നേരത്തൊക്കെ ഈ ചെടിയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല മണം വരും. പൊതുവെ വെളുത്ത പൂക്കളെല്ലാം വൈകുന്നേരങ്ങളിലായിരിക്കും വിരിയുന്നത്. അപ്പൊ സന്ധ്യാസമയത്ത് ആ പരിസരത്ത് മുഴുവൻ നല്ല ഒരു മണം തരുന്ന ഒരു ചെടിയാണിത്. ഇതിന്റെ വലിയ തൈകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് വില വരുന്നത് ഒരു തൈക്ക് 150 രൂപയാണ്. പൂക്കളൊക്കെ ആയ മെച്ചുറായ തൈകളാണിത്. ഈ കാണുന്ന അതേ തൈകൾ തന്നെയാണ് കൊടുക്കാനുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ്റെ മെച്ചുറായ പൂക്കളായ കായ്കളും വന്ന തൈയാണ് കൊടുക്കാനുള്ളത്. ഇതൊരു സിംഗിൾ പീസാണുള്ളത്. ഇതിന് വില വരുന്നത് 120 രൂപയാണ്. നല്ല നേർത്ത മണമുള്ള പൂക്കളാണ്. നിറയെ തേനീച്ചകൾ വരും. തേനീച്ചകളുടെ പ്രിയപ്പെട്ട പൂക്കളിൽ ഒരെണ്ണമാണ്. ക്ലൈംബറാണ്. ആർച്ചിലൊക്കെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നിറയെ പൂത്ത് നന്നായി നിൽക്കുന്ന ഒരു ചെടി കൂടെയാണിത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ചെടികൾ വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.